മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ PR എന്ന് പറയുന്ന ആരോപണത്തെ നിരാകരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. മുമ്പൊരിക്കൽ PR എന്ന ആരോപണം വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വൈറലാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ വേറെ ഒരാളുടെയും ഇടനില ആവശ്യമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിത നിലപാട്. അപ്പോൾ ഈ കേസൻ എന്ന് പറയുന്ന ഏജൻസിയെക്കുറിച്ച് ദ ഹിന്ദു എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രം കള്ളം പറഞ്ഞു എന്ന് വേണമോ നമ്മൾ വിചാരിക്കാൻ, CPM-ന്റെ വാദമനുസരിച്ചാണെങ്കിൽ? അല്ല അഭിലാഷ്, ഇതിനകത്ത് ഈ പറഞ്ഞ വാദങ്ങൾ പ്രിയപ്പെട്ട ജയ്ക്ക് ഇന്നലെ പറയുവാണെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാമായിരുന്നു. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാനുള്ള പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇന്നലെ പറഞ്ഞിടത്ത് തന്നെ ജയ്ക്കും കൂട്ടരും തീർച്ചയായിട്ടും ഇവർക്കെന്തോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് കാര്യം ക്ലിയറാണ്. ഇന്നലെ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ അന്ന് പറഞ്ഞ എന്താണ്, മുഖ്യമന്ത്രിക്കാരോടെങ്കിലും സംസാരിക്കാൻ PR ടീമിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സംസാരിക്കണമെങ്കിൽ പ്രസ് കോൺഫറൻസ് നൽകണമെങ്കിൽ ഇടതും വലതും PR ടീമിൻ്റെ മുതലാളി ഉൾപ്പെടെ ഇരിക്കണമെന്നുള്ള ഒരു ദുരവസ്ഥ എത്തിയിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ ഞാൻ ഹിന്ദു ദിനപത്രത്തെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഹിന്ദുവിൻ്റെ ഇന്നലത്തെയുള്ള ആ ഒരു കത്തിൽ വന്നത് കൃത്യമായി പറയുന്നത്, അവർ ഡിസ്ക്ലെയിമറിൽ വന്നത് കൈസൻ എന്ന് പറഞ്ഞ PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുമായി ഹിന്ദുവിനോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കൈസൻ പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ കൈസന്റെ ഭാഗമായി കൈസന്റെ മുതലാളിക്ക് വന്നിരിക്കാം. അത് തെറ്റുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ തമ്മിൽ ഇടപാട് പോയിട്ടിരിക്കും സർക്കാർ തമ്മിലുള്ളത്. അതിന്റെ മുതലാളിക്ക് വന്നിരിക്കാം. പക്ഷേ രണ്ടാമതായി വന്നിരിക്കുന്ന വ്യക്തി കൈസൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആളല്ല എന്ന് CPM-കാർ തന്നെ സമ്മതിക്കുകയാണ്. മാധവ് പറയുന്നു ഒരു മുൻ MLA-യുടെ മകൻ, തെറ്റില്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കാം. പക്ഷെ എന്ത് കപ്പാസിറ്റിയിലാണ്? ഞാൻ ശബരി, താങ്കൾ കോർപ്പറേറ്റ് ലോകത്ത് വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ PR രംഗത്തുള്ള ആളാണ്. ഐപാക്കിന് വേണ്ടി, അതായത് നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാപനത്തിന് വേണ്ടി 2023 വരെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ TD സുബ്രഹ്മണ്യൻ. അദ്ദേഹം ഇപ്പോൾ റിലയൻസിന്റെ ഒരു സബ്സിഡറി കമ്പനിയിലാണ്, റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിന്റെ 75% ഷെയർ ഹോൾഡ് ചെയ്യുന്ന സ്ഥാപനം റിലയൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്, ഇന്നൊരു ടെലിവിഷൻ ചാനലിനോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേസുമായി അസോസിയേറ്റ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം അത് കൺഫേം ചെയ്യുന്നുണ്ട്. ഇല്ല, അതിൽ എന്നാൽ കൂടുതൽ അപകടങ്ങളുണ്ട്. റിലയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു സീനിയർ മാനേജർ വന്നാണോ കേരള മുഖ്യമന്ത്രിയുടെ കൊടുത്ത പ്രസ് കോൺഫറൻസിന് തിരുത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ വ്യാപ്തിയുണ്ട്. RSS BJP അജണ്ട മുഖ്യമന്ത്രി നിഷ്കളങ്കമായി പറയുന്ന പോലെ തൻ്റെ പത്രസമ്മേളനത്തിലേക്ക് RSS BJP ആൻറ്റി ഒരു മുസ്ലിം അജണ്ട അത് നുഴഞ്ഞു വിട്ടത് റിലയൻസിൻ്റെ ഒരു ജീവനക്കാരനാണ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആ ഒരു വാദം എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര തലങ്ങളും ഭയങ്കര പ്രശ്നങ്ങളുമുണ്ട്. ഇവിടെയാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കൈസൻ എന്നുള്ള കമ്പനിയുമായിട്ട് ഒരു ഔദ്യോഗിക കരാറും കേരളത്തിലെ സർക്കാരിനില്ല. ഇവിടെ മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ട് ശ്രീ പ്രഭാവർമ്മ, മീഡിയ സെക്രട്ടറി ഉണ്ട് ശ്രീ PM മനോജ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ പ്രതിമാസം 12 ലക്ഷം രൂപ ചെലവാക്കി 30 ആളുകൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിലുണ്ട്. തിരുവനന്തപുരത്ത് IAS ഉദ്യോഗസ്ഥൻ ലീഡ് ചെയ്യുന്ന PR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ PRD വകുപ്പിന് കീഴിൽ 14 ജില്ലയിലും ഡൽഹിയിലും PRDയുടെ ഓഫീസർമാരുണ്ട്. ഇത്രയും വലിയ ഒരു വലിയ വൃന്ദം ഉണ്ടായിട്ടും അതിലുപരി ഇവർക്ക് ഈ പറയപ്പെടുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനിക്ക്, കൈസർ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇതിൽ സർക്കാരുമായിട്ടുള്ള ഒരു ടെൻഡറും ഇല്ല. ഞാൻ കഴിഞ്ഞ 5-10 വർഷത്തെ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കി, ഇങ്ങനെ ഒരു കമ്പനിക്കുള്ള ഒരു ടെൻഡറോ ഒരു അഗ്രിമെൻറ്റോ കേരള ഗവൺമെൻറ്റിനില്ല. എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റിന് വേണ്ടി PR ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ കേരളത്തിൽ നിർബന്ധമായി ഓഫീസ് വേണം, വിശേഷ തിരുവനന്തപുരത്ത് നിർബന്ധമായി ഓഫീസും ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് PRD പറയുന്നുണ്ട്. അപ്പോൾ ഈ കൈസൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അദൃശ്യമായ ഏതോ കമ്പനിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ഒരു ചാരപ്പണി പോലുള്ള പ്രവർത്തനം ചെയ്യുകയാണെന്നുള്ള ഒരു ഭയം നമുക്കുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ തിരുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തിരുത്തിയത് ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അത് ഇതിനേക്കാളും വലിയ വിഷയമല്ലേ? ഇവിടെ അൻവറിൻ്റെ വിഷയത്തേക്ക് തിരികെ പോകണം, ഇവിടെ സർക്കാർ പറഞ്ഞ തെറ്റുകളെക്കുറിച്ച് തിരികെ പോകണം. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തിരുത്താൻ വേണ്ടി ഇവിടെ കൈസനെ പോലത്തെ പ്രൈവറ്റ് കമ്പനിയും റിലയൻസും ഒക്കെയാണോ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താ പറയുന്നത് തീരുമാനിക്കേണ്ടത്? റിലയൻസ് കമ്പനിയാണോ? റിലയൻസ് കമ്പനിക്ക് 70% ഷെയറുള്ള കൈസനാണോ തീരുമാനിക്കേണ്ടത് കേരള മുഖ്യമന്ത്രിയുടെ കേരള നാടിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്? ഇന്നാട്ടിലെ ഒരു പ്രമുഖ ജില്ലക്കെതിരെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് പ്ലാനിങ്. കേരള സ്റ്റോറി എന്നൊരു സിനിമ കേരളം ഒഴിച്ച് ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളും വലിയ ഹിറ്റായിരുന്നു. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ആ ആളുകൾക്കൊരു രണ്ടാം കേരള സ്റ്റോറി ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ,
ഒരു പ്രൊപ്പഗാൻഡ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ, കേരളത്തിലെ ഏറ്റവും ഉന്നത വ്യക്തിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിലൂടെ ആ ഒരു പ്രൊപ്പഗാൻഡ വിഷം കടത്തിക്കുത്തിട്ടുണ്ടെന്ന് നാളെ റിലയൻസിൽ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണെന്നുള്ള ചോദ്യം മാത്രമാണ് ഇവിടെ ഹൈഡ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഇതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് പറഞ്ഞോളൂ. ഒരു ചോദ്യം കൂടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നിയമസഭ തുടങ്ങുകയാണ് 4-ാം തീയതി. പ്രധാനപ്പെട്ട 49 ചോദ്യങ്ങൾ ഫ്ലോറിൽ ചോദിക്കേണ്ട, നക്ഷത്രസിന്റെ വിട്ട് വരേണ്ട ക്വസ്റ്റ്യനുകൾ. എന്നുവെച്ചാൽ രാവിലെ 8:30 മണിക്ക് സഭ തുടങ്ങുമ്പോൾ 1 മണിക്കൂർ ക്വസ്റ്റ്യൻ അവറിൽ വരേണ്ട ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട RSS ബന്ധമടക്കമുള്ള, ഈ പറഞ്ഞ അജിത് കുമാറിന്റെ വിഷയമടക്കമുള്ള, കാഫിർ വിഷയമടക്കമുള്ള, മാമി തിരോധാനം അടക്കമുള്ള സുപ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് മാറ്റി അൺസ്റ്റാർഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെന്റ്, മുഖ്യമന്ത്രിക്ക് ടി-വിയിൽ വന്ന് രാവിലെ മറുപടി പറയാൻ അലോസരം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ എഴുതി കൊടുത്താൽ ഒരു വിചിത്രമായിട്ടുള്ള തീരുമാനം ഒരു സ്പീക്കർ എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂട്ടിക്കഴിവ് വായിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം.